ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ പ്രസ് മെഷീനെ കുറിച്ചാണ്. എന്താണ് പവർ പ്രസ് മെഷീൻ? സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രിയിൽ എവിടെയാണോ ബൾക്ക് ലെവലിൽ ഒരേ സെയിം പാർട്ട് തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നത്, അവിടെയാണ് ഈ മെഷീൻ്റെ ഏറ്റവും കൂടുതലുള്ള യൂസ് ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആ മെഷീനെ കുറിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ കോസ്റ്റിങ്ങും പിന്നെ യൂസും എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? ഇതൊരു വാൾ മൗണ്ടിങ് ഹുക്കാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സാണ് നമ്മളിന്ന് മെയിനായിട്ട് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഹുക്കിൻ്റെ ബൾക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടലി വർക്കിംഗ്, അതായത് സ്റ്റാർട്ട് ടു എൻഡ് പ്രോസസ്സ് ഫുള്ള് പവർ പ്രസ് മെഷീനിലാണ്. വേറൊരു മെഷീനും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണില്ല. ഈ പ്രൊഡക്റ്റ് ടോട്ടലി 4 പ്രോസസ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ആവുന്നത്. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് ബ്ലാങ്കിങ്, സെക്കൻഡ് പ്രോസസ്സ് ഹോൾ മേക്കിങ്, തേർഡ് ആൻഡ് ഫോർത്ത് ബെൻഡിങ്. ആദ്യത്തെ 2 പ്രോസസ്സ് എനിക്കിവിടെ കാണിക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ തേർഡ് പ്രോസസ്സ് ബെൻഡിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീൻ്റെ പാർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് 4ആയിട്ട് തരംതിരിക്കാം. ഒന്ന് മെഷീൻ, പിന്നെ അതിൻ്റെ പഞ്ച്, പിന്നെ ഡൈ, ലാസ്റ്റ് അതിൻ്റെ ഗേജിങ് മെക്കാനിസം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യണ പഞ്ച്, ഡൈ, പിന്നെ ഗേജിങ് മെക്കാനിസം ഇത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റിനും ഷേപ്പിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിൽ മുകളിൽ മെഷീൻ്റെ കൂടെ ഫിറ്റ് ചെയ്തേക്കുന്നത് പഞ്ചും താഴെ ഫിറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഡൈയുമാണ്. പിന്നെ ഈ മെഷീൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടണ്ണേജിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതിപ്പോൾ 10 ടൺ 20 ടൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിലിപ്പോൾ നമുക്ക് എന്താണ് റിക്വയർമെൻറ്റ് എന്നെങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യണ പ്രൊഡക്റ്റിൻ്റെ ഡൈമെൻഷൻസ് അതിന് ഡിപ്പെൻഡാണ്. അതിപ്പോൾ കുറഞ്ഞ തിക്നെസ്സും വിത്തൊക്കെയുള്ള ജോബാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ കപ്പാസിറ്റിയുള്ള മെഷീൻ മതി നമുക്ക്. നമ്മളൊരു ബൾക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൽ നമുക്ക് അധികം സ്കിൽഡ് വർക്കേഴ്സിൻ്റെ റിക്വയർമെൻറ്റും ഇല്ല, വളരെ ഫാസ്റ്റ് പ്രോസസ്സുമാണ്. അപ്പോൾ നമുക്കിനി ഈ മെഷീൻ്റെ വർക്കിങ്ങും പവർ ട്രാൻസ്മിഷനും ഒക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സാധാരണ എല്ലാ മെഷീൻ്റെയും വർക്കിംഗ് പോലെ ഒരു മോട്ടർ ഉണ്ട് ഇതിൽ. ആ മോട്ടറിൽ നിന്ന് ഒരു ഫ്ലൈ വീലിലേക്ക് കണക്ട് ചെയ്തേക്കണം ത്രൂ വീ ബെൽറ്റ്. നെക്സ്റ്റ് ഈ ഫ്ലൈ വീല് ഒരു ഷാഫ്റ്റായിട്ട് കണക്റ്റഡ് ആണ്. ആ ഷാഫ്റ്റ് ഓട്ടോമാറ്റിക്കലി ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആ ഷാഫ്റ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ക്യാം മെക്കാനിസം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴും ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. നമുക്കൊരു ഫുഡ് പെഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് നമ്മൾ ആ ഫുഡ് പെഡൽ പ്രസ് ചെയ്യണത് അതിനനുസരിച്ച് മാത്രമാണ് ഈ ക്യാം മെക്കാനിസം വർക്ക് ചെയ്യുള്ളൂ. ഈ മെഷീൻ്റെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഇൻ കേസ് നമ്മുടെ പ്രൊഡക്റ്റ് ചേഞ്ച് ആവുകയാണ്, അപ്പോൾ നമുക്ക് ആകെ ചേഞ്ച് ചെയ്യേണ്ടത് ഡൈ മാത്രമാണ്. ആ ഡൈയുടെ കോസ്റ്റിങ് ഏകദേശം 10,000 to 15,000 ആണ് മോസ്റ്റ്ലി ഉള്ളത് ഒരു നോർമൽ ഡൈസിൻ്റെയൊക്കെ. പിന്നെ വലിയ വലിയ ഡൈസിന് അതിനനുസരിച്ച് പൈസ കൂടും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ബൾക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ്ഫുൾ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റിന് വേണ്ടി ഒരു ഡൈ ഉണ്ടാക്കി ഇൻ കേസ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പ്രൊഡക്റ്റ് നിന്ന് പോയി, പിന്നെ നമുക്ക് ആ ഡൈ വേറൊരു പ്രൊഡക്റ്റിന് വേണ്ടി മോസ്റ്റ്ലി യൂസ്ഫുൾ ആവില്ല. അത് ടോട്ടലി വേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ലാസ്റ്റ് പ്രോസസ്സാണ്. സെയിം ബെൻഡിങ് തന്നെയാണ്, പക്ഷേ അതിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് വേറെ ഡൈ ആണ്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്ക്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ഇൻഡസ്ട്രി റിലേറ്റഡും മെക്കാനിക്കൽ റിലേറ്റഡും ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.